ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തുടങ്ങിയിരിക്കണ് മഴ പെയ്യണോ? വേണോ? ഇന്ന് വേണോ? അത് നാളെ വേണോ? എന്നുള്ള രീതിയിൽ നിൽക്കൽ തുടങ്ങിയിട്ട്. ഇവിടെ ഒരുത്തൻ നല്ല മഴയുണ്ടെന്ന് കണ്ടപ്പോ തന്നെ ആളുറങ്ങിയിരിക്കണ കേട്ടോ. ഇപ്പൊ സമയം ഒരു ഉച്ചേ മുക്കാല കഴിക്കണേ. ഞാൻ അവന് വായിലാണ് കൈ വെച്ചിങ്ങനെ എഴുതിയിട്ടാണ് കേട്ടോ നോക്കിയത്. അപ്പൊ ഞാന് മെല്ലെ വന്ന് കിച്ചണിൽ കയറിക്കണ്. ഉറങ്ങാന് ഒരു മൂടുമില്ല. എന്നാ പിന്നെ കിച്ചണിൽ കയറിയിട്ട് കുറച്ച് മഴ കണ്ട് ആസ്വദിക്കലും കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് സാവധാനത്തിൽ തുടങ്ങാന്ന് വിചാരിച്ചു. സമയമാണെങ്കിൽ 3 മണിയൊക്കെ കേട്ടോ. അപ്പൊ 4 മണിക്ക് മക്കള് സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ മഴ പെയ്തപ്പോ ചായ അടിക്കാനൊരു തൊര, അല്ലെങ്കിൽ ഈ മഴ പെയ്യുമ്പോ എന്തെങ്കിലും ചൂടുള്ള കഴിക്കാനുള്ള തൊര എനിക്ക് മാത്രാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ 4 മണിക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ചായടി കഴിയുമ്പോൾ അതും കഴുകി കിട്ടും. ഈ തേങ്ങ ഉണ്ടാവുമ്പോൾ മാത്രം എനിക്ക് ഉണ്ടാക്കാൻ പുതിയ ഒരു സാധനമാണ് അട. ഇന്നും അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയിരിക്കണ്. പറയുമ്പോൾ ഇതൊക്കെ ചെറുപ്പം മുതൽ കഴിച്ചു വരുന്നതാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും മടുക്കാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ഈ അട തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് മഴക്കൊരു തക്കം കിട്ടിയപ്പോൾ ഞാനൊരു വാഴയില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ നല്ല മൂത്ത വാഴയിലയാണ് കിട്ടിയിട്ടുണ്ടായിനിയത്. ഇത് ഭയങ്കര കോമഡി ഉണ്ട് സംഗതി. ഇതില് ഞാൻ വാഴൻ്റെ വാട്ടിയിട്ടൊക്കെ പരത്തിയെടുത്തിട്ടും അത് ഇങ്ങനെ ഒരു ഒരുമാതിരി ഒരു പിടിച്ച കിട്ടാത്ത കോലത്തിലൊക്കെ ആയിന് കേട്ടോ. നല്ല മൂത്ത വായൻ്റെലായിട്ടായിരിക്കാം ഞാനതിങ്ങനെ ഒടിഞ്ഞു നിൽക്കേനി. എന്നാ പിന്നെ വേറൊന്നിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒടിച്ചതിനെ തന്നെ പറിച്ചു കൊണ്ടുവന്നത് കേട്ടോ. ഇനിയിപ്പോ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് പച്ചവെള്ളമാണ് കേട്ടോ. അയിക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം കാണുന്നത് ശർക്കര ഒഴിച്ച ആ പാട്ടയിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് അഗാരോന്റെ എഗ്ഗ് ബോയിലറിൽ സ്റ്റീം ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. അപ്പൊ ഈ വാഴയിലയിൽ പരത്തിയിട്ട് നമുക്ക് ആ ഒരു പോയിച്ചർ ട്രേയിൽ വെച്ചിട്ട് ഷേപ്പാക്കിയിട്ടൊക്കെ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത്. അസിസ്റ്റന്റ് കൂടെ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബസ്മൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ കടന്നുറങ്ങല്ലേ. അല്ലെങ്കിൽ എന്റെ പിന്നാലെ അങ്ങനെ കലപില പറഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ. ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ആളിപ്പോ ഉച്ചക്ക് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങലൊന്നുമില്ല. ഇന്നിപ്പോ എന്തോ ഒരു കുതിരത്തിന് ഉറങ്ങി കിട്ടിയതാണ്. ഇതങ്ങോട്ട് വെക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. ഇതിങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കണം. എന്താ വെച്ചാല് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഷേപ്പായി കിട്ടണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങോട്ട് എടുക്കുന്നതും അങ്ങോട്ട് വെക്കുന്നതും ഒക്കെ. ഒരുവിധം കമ്പട്ടം രീതിയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ 4 കള്ളികളിലും ഞാൻ 4 വീതം ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ വെള്ളമൊക്കെ അളന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് വെച്ചെടുത്ത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ പെട്ടെന്ന് സ്റ്റീമിങ് പരിപാടി കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇതിൽ വെച്ചത്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം കഴിയുമ്പോൾ തന്നെ അത് താനേ അങ്ങോട്ട് ഓഫ് ആയിക്കോളും. ഇനി അടുത്തത് നമുക്ക് ഉരുള ഊട്ടിയിട്ടെടുക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് പല രീതിയിൽ പല ഷേപ്പിലാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഷേപ്പാക്കി വന്നപ്പോൾ തന്നെ ഇതിവിടെ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അത് ഓഫ് ആയതിന് ശേഷം ഞാനതൊന്ന് എടുത്ത് നോക്കുകയാണ്. ഇനി ഇത് ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വെക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇതിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ഉരുളകളും ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി അടുത്ത പരിപാടി ഇങ്ങളെ കാട്ടി കൊതിപ്പിക്കലാണ് കേട്ടോ. ഇത് എങ്ങനെ ഷേപ്പായി വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗം എൻ്റെ അമ്മോ, അത് കാണുമ്പോൾ തന്നെ ഒരു കൊതിയാണല്ലേ. ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്തപ്പോഴും കൂടി എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. പറയുമ്പോൾ അത് മൂക്കറ്റന്നല്ല തിന്നതാ. പറഞ്ഞിട്ട് എന്താ കാര്യം. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് വെച്ച സാധനങ്ങളും റെഡി ആയിക്കണം കേട്ടോ. അപ്പം അതിൽ ഒന്ന് ഞാൻ കറക്റ്റ് അതിൻ്റെ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയങ്ങാണ്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അതും നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ടേനു. ബാക്കി ഇങ്ങനെ പല ഷേപ്പിലും ഉണ്ടാക്കി നോക്കാനുള്ള ഒരൊറ്റ റീസൺ എന്താന്ന് വെച്ചാൽ കുറച്ചധികം നേരമുണ്ട്. പിന്നെ ജനക്കൂട്ടനെ ഉറങ്ങുവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പല രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുള്ളൂ. അപ്പോൾ തന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓൽക്ക് ചായ കൊടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സാധാ ഷേപ്പിലില്ലാടുക അങ്ങനെ ഒരു 3-4 ആ രീതിയിലും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അട ഉണ്ടാക്കൽ പരിപാടി നമ്മളെല്ലാം അവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ച് ബീഫ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബീഫ് വരട്ടി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ബീഫിൽ നിന്ന് എനിക്ക് അത്ര കണ്ട് ബിരിയാണിക്ക് വേണ്ട മസാല കുറേ ആകുമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് അതിൽ ബീഫ് മക്കളൊന്നും അധികം കഴിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെറുതെ ഫ്രിഡ്ജിൽ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വരട്ടി അങ്ങനെ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു ചെറിയൊരു അൽക്കുലത്തെ പരിപാടി ഉണ്ട്. എന്താന്ന് വെച്ചാല്
നമ്മളൊരു ഏപ്രിൻ വാങ്ങിച്ചില്ലേനോ കുറച്ച് മുമ്പ്. അതിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു 130 രൂപന്റെ ഉള്ളിലായിട്ടാണ് ആയത് ട്ടോ. പക്ഷെ ഇപ്പൊ അത് ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് ആവണേ. ഇവിടെ ഈ അടി ഉണ്ടല്ലോ, ഈ അടിച്ച ഇതിന്റെ അവിടേക്ക് ഇങ്ങനെ ചെറിയ ഹോളായിട്ട് ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ വെള്ളം മേത്ത്ക്കാകുന്നുണ്ട് ട്ടോ. പിന്നെ ഇത് ഇടുന്നതും ഇടാത്തതും ഒരേപോലെ. പിന്നെ ഇപ്പൊ ഒരു 130 റുപ്യക്ക് ഭയങ്കര ക്വാളിറ്റി വേണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് വിചാരിച്ചിട്ട് ഇതിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒറ്റയടിക്കണ്ട് ഒഴിവാക്കാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെന്താ ചെയ്യാ? ഇതിമ്മെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് അത് വർക്കൗട്ട് ആക്കാൻ പറ്റുമോന്ന് നോക്കണം. അങ്ങനെ എന്റെ മനസ്സിൽ കത്തിയ ഒരു ഐഡിയ ആണ് ഇത്. ഒരു വാൾപേപ്പർ എന്നോ വാങ്ങിയിട്ട് ബാക്കി ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ഇപ്പൊ ഓരോ പരീക്ഷണങ്ങളാണ് ഇപ്പത്തെ എന്റെ പരിപാടി. എന്നാ പിന്നെ ഒരു പരീക്ഷണമാവാം. ഇത് വെച്ചിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ച് നോക്കാം. എന്നിട്ട് എന്താവണ് അവസ്ഥ എന്നുള്ളത് നോക്കാലോ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെറും പരീക്ഷണം മാത്രാണേ. അങ്ങനെ ഞാനും നീയക്കുട്ടിയും ആസ്വദിച്ച് പാട്ടൊക്കെ പാടി. ഞാൻ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കണം എന്താ വെച്ചാല്, അത് ഞാനൊരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ വരഞ്ഞിട്ടിരിക്കണം കേട്ടോ. അതിലാണ് അത് കട്ട് ചെയ്തെടുക്കണത്. പെൻസിൽ വെച്ചായതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ടൊന്നും തെളിഞ്ഞു കാണില്ല. കുറച്ചൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണും ചെയ്യും. അപ്പൊ ഞാൻ അതിൻ്റെക്കാട്ടിലും കുറച്ച് ആ ഒരു പോക്കറ്റിനെക്കാട്ടിലും കുറച്ച് കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഞാനിതാ ചതുരത്തില് വെട്ടി എടുത്തുക്കണ കേട്ടോ. ഇനിയിപ്പോ ഇത് വാൾപേപ്പർ അല്ലേ, ഇതിന്റെ അടിയിൽ ഇതുണ്ടല്ലോ, പശ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു പരീക്ഷണം മാത്രാണ്. ഇത് പിന്നെ ഐസും കട്ടക്ക് പെയിന്റ് അടിച്ച മാതിരി ആകോ എന്നൊക്കെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടേന്. പക്ഷെ ഒട്ടിച്ചു വന്നപ്പോ ഞാൻ ഭയങ്കര സന്തോഷവതിയായി. കാരണം അത് അടിപൊളിയായി ഒട്ടി വന്നു കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലേനി. ഇത് അങ്ങനെ കാണുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കണ്. ഇനിത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ആകെ ഇപ്പൊ 4 മണിക്ക് ഒരു ചായയും കടി ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഇത്രയും പാത്രങ്ങളൊക്കെ നിരത്താൻ എന്തൊരു മിടുക്കാന്നറിയാം എനിക്ക്. അതാ ഉണ്ടാക്കണീന്റെ ഇടയിൽ കൂടെ തന്നെ കഴുകിയെടുത്തെക്കാൻ അത്ര ഇങ്ങോട്ട് മിടുക്ക് പോരാ. പിന്നെ ഇങ്ങനെ ഒന്നായിട്ട് അലമ്പാക്കിയിട്ട് പിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് ശടപടേന്നൊരു ക്ലീനിങ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കിട്ടുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ്. ആഹാ, സ്പീഡിൽ കാണുമ്പോ എന്താ രസല്ലേ. ഞാൻ ഇങ്ങനെ സ്ലോ മോഷനിലാണ് ശരിക്കും എടുത്തിട്ടുണ്ട് ഇനിയത്. അപ്പോ നമ്മുടെ ഏപ്രിലിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിനി കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച കാര്യം സംഗതി സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചില്ലറക്കാരൊന്നുമല്ല. എൻ്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റാണ്, റോക്കറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ആ റോക്കറ്റിന് പറ്റിയൊരു അബദ്ധം അതുങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഈ വെറുതെ കൊമ്പ് വരച്ചിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിക്കണോ, കണ്ടിക്കണോ? ഇല്ലെങ്കിൽ ഇതാണ് അത് സാധനം. അവിടെ വെറുതെ നിന്നൊരു പപ്പായ ചെറുതായിട്ടൊന്ന് പൈത്ത് വന്നിക്കണ്. അപ്പൊ അത് പറിക്കാന് വല്ലാത്തൊരു ത്വര. അങ്ങനെ നോക്കണ സമയത്ത് ഒരു ഇത്തിരി ഉയരത്തിലേനു. അങ്ങനെ ഒരു കുത്ത്, 2 കുത്ത്, മൂന്നാമത്തെ കുത്തിനെ അങ്ങോട്ട് ആഞ്ഞങ്ങോട്ട് കുത്തിയപ്പോ കയ്യിൽ അങ്ങോട്ട് വടി പോകലും ആ വടി നേരെ വന്നിട്ട് മൂക്കിനൊരൊറ്റ കുത്ത്. ആ ഓൺ ദ സ്പോട്ടിൽ കിളി പറന്നു പോയൊരവസ്ഥേനെ കേട്ടോ. അതാണ് അവിടെ കുറച്ച് സമയം ഞാൻ മൂക്കും പൊത്തി നിന്നിട്ടുണ്ടായിനിയത്. നീയക്കുട്ടി വേദന സഹിച്ച് ഉമ്മച്ചി മുണ്ടാതെ നിന്ന് ചിരിക്കുകയാണെന്ന് ജനിക്കുട്ടന്റെ വക. ഇപ്പച്ചി വരട്ടെ, ഞമ്മക്ക് ആശുപത്രിക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓലെന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടേനി. സംഗതി നല്ല അടിപൊളി കിളി പോയൊരു ഫീൽ ആയി കേട്ടോ. പിന്നെ തോന്നി വേണ്ടില്ലേനി, എന്തിനാ ഞാൻ ആ പപ്പായ പറിച്ചാൻ ആ മഴ ചോർന്ന സമയത്ത് പോയത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടേനി. എന്നാലും വരാനുള്ളതൊക്കെ വൈകി തങ്ങൂലല്ലോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ നമ്മൾ പോയിട്ട് വാങ്ങി പോരണം.
അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് ഒന്ന് വറവ് കിട്ടുന്നു വരട്ടിയെടുക്കാം. ഒന്നും പറയണ്ട. ഇപ്പൊ 2 ദിവസമായിട്ട് ഇന്റെ ചോടിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഈ പറഞ്ഞ ഈ കൊട്ട തന്നെയാണ്. ഇതെന്താ സംഗതി വെച്ചാല് ഇവിടെ അജുവിന് ദഫ് കളിച്ചാന് ഇങ്ങനത്തെ പാത്രം ഇല്ലേനി കേട്ടോ, ഇവിടെ ഇല്ലേനി. അപ്പൊ എല്ലാ കുട്ടികളും അങ്ങനത്തെ പാത്രം കൊണ്ടുവരുന്നുണ്ട്, ഞാൻ മാത്രം അപ്പൊ കൈകൊണ്ടാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞപ്പോ 2 ദിവസം മുന്നേ ഞങ്ങള് പോയപ്പോ ഒരു ഇങ്ങനത്തെ പാത്രം വാങ്ങിയിട്ടുണ്ടോ. ഒന്നല്ല 2 വാങ്ങിയേ. ഇവിടെ ഓൻക്ക് വാങ്ങി എന്തായാലും ഇവനും ദഫ് കളിച്ചാൻ വേണ്ടിയിരുന്നറിയാം. അങ്ങനെ ഈ ഒരു 4:30 4:45 ഓന് ദഫ് കളിക്കാൻ പോകും. ഓൻ ആ പാത്രം എടുത്താ അപ്പൊ മറ്റേ പാത്രം ഇവനും വേണം. പിന്നെ ഓൻ വരുന്നത് വരെ ഇതേപോലെ ഞങ്ങൾക്ക് ചുവടിന് സ്വയറുണ്ടാവില്ല. എങ്ങനെ ചുവട്ടിൽ വന്ന് കൊട്ടിയും മുട്ടിയും അങ്ങനെ നടക്കും കുട്ടി. അപ്പൊ നമ്മളെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും ഹൈപ്പും ഒന്നും മറന്നു പോകരുത്. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.